ഈ വീഡിയോയിലെ കണ്ടന്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നെ ഡെലിബറേറ്റായിട്ട് ഈ ജാസ്മിൻ ഷായും മഹാനായ യൂട്യൂബറൊക്കെ വലിച്ചടിച്ച് എന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ നാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ അവർ കൽക്കട്ട ഇഷ്യൂ പറയുന്നു, അവിടെ ഹണി ട്രാപ്പ് പറയുന്നു, അവിടെ മുച്ചിപ്പാറ പോലീസ് സ്റ്റേഷൻ കേസുണ്ടെന്ന് പറയുന്നു. അതായത് എനിക്കെതിരെ വലിയ സംഭവം വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് ഉണ്ടാക്കിയെന്ന് പറയുന്നു. അപ്പം ഞാനിത് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ അത് ശരിയാവത്തില്ല. കാരണം ഇതേപോലെ ഒരു ഇൻസിഡൻറ്റ് വന്നു കഴിയുമ്പോൾ ഞാനിത് പറഞ്ഞു തരണം. കാരണം നിങ്ങൾക്കത് മനസ്സിലാകണം. കാരണം കേരളത്തിലെ മീഡിയ ഒന്നും ഇത് കാര്യമായിട്ട്, കാരണം ബംഗാളിൻ്റെ ഇഷ്യൂ നാഷണൽ ഇഷ്യൂ ആണ്. അപ്പം നാഷണൽ ഡെയിലീസിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന സംഭവം നിങ്ങൾ നോക്കി എൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഇൻ്റർവ്യൂസ് ഉണ്ട്. ഞാൻ കൽക്കട്ടയിൽ പല കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതൊക്കെ, അതായത് നാരദ കേസുകളായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ബ്രീഫ് പറയാം. അതായത് 2012 ആ സമയങ്ങളിൽ ഞാനൊരു ഡിസിഷൻ എടുക്കുകയാണ്. കാരണം എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കേസിൻ്റെ വിറ്റ്നസ്സായിട്ട് ഞാനിങ്ങനെ പല കോടതിയിലും ആർമി കോർട്ടിലും കോർട്ട് ഓഫ് എൻക്വയറിയിലും അതേപോലെ തന്നെ CBIയുടെ കേസുകളിൽ ഇങ്ങനെ പോവുകയാണ്. പലയിടത്തും എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ്. കാരണം ആർമി കോർട്ട് കണ്ടിന്യൂസ് ആയിട്ട്, കാരണം ഏകദേശം 18 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ആർമി കോർട്ട് ഓഫ് എൻക്വയറിയുടെ സംഭവിച്ച് ഒരു പ്രാവശ്യം കൊണ്ടുപോയി കഴിഞ്ഞാൽ 3 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് വിടുന്നത്.